ഹലോ, കാപ്പിയൊക്കെ കുടിച്ചിട്ട് വിശ്രമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു 3 പേരയ്ക്ക പറിക്കാൻ പാകത്തിന് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കവർ ചെയ്തിട്ടിരിക്കുകയുള്ളൂ, പക്ഷിയൊന്നും കൊത്താണ്ടിരിക്കാൻ വേണ്ടി. പക്ഷേ ഇനി അത് പറിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കയ്യിലേക്ക് കിട്ടില്ല. നല്ല അടിപൊളി കാലാവസ്ഥ. അയ്യോ, മഴ പെയ്തു, അപ്പോൾ ഇനി ഇറങ്ങാൻ പറ്റത്തില്ല. ശരി, മഴ കഴിഞ്ഞിട്ട് പേരയ്ക്ക പറിക്കാം. ഞാൻ കാണിച്ചു തരാം നല്ല കാലാവസ്ഥ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഈ മഴയൊന്ന് ചെറുതായിട്ട് തോർന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ പേരയ്ക്ക ഇരിക്കണത്, എന്താണ് അതിൻ്റെ സ്പെഷ്യൽ ഗുണങ്ങളെന്ന്. മഴ തോർന്നു കേട്ടോ, ഇപ്പോൾ പോയി പറിക്കാം. കത്തി കൊട്ടയൊക്കെ റെഡിയാണ്. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, അത് എടുത്തിട്ട് പോരെ. അപ്പോൾ ഈ പേര സാധാരണ പേരയേക്കാൾ കൂടുതൽ കുറച്ച് വ്യത്യാസമുണ്ട്. വലുപ്പത്തിലാണെങ്കിലും സ്വാദിൻ്റെ കാര്യത്തിലാണെങ്കിലും മണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ നാടൻ പേരയൊക്കെ ആണെങ്കിൽ നമ്മൾ മുറിച്ച് നമ്മുടെ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും. ഇതിനധികം സ്മെല്ലൊന്നുമില്ല, പക്ഷേ ടേസ്റ്റുണ്ട്, വിശപ്പ് മാറും. വലിയ പേരയ്ക്ക ആയിരുന്നു. ഇനി കൊട്ട ഇവിടെ വയ്ക്കട്ടെ. ഇതാണ് കേട്ടോ പേരയ്ക്ക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാധാരണ പേരയ്ക്കേനേക്കാൾ വലിയ സൈസാണ്. ഇത് തായ്ലൻഡ് പേരയ്ക്കയാണ് കേട്ടോ. തായ്ലൻഡിൽ നിന്ന് ഉണ്ടായതാണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ ഇത് കടയിലൊക്കെ ആണെങ്കിൽ 200-300 രൂപ വിലയാണ്. പിന്നെ ഈ പേരയ്ക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരിക്കുമ്പോഴേ നമ്മൾ കവറിട്ട് മൂട്ടി വയ്ക്കണം. കാരണം കവർ ചെയ്തില്ലെങ്കിൽ മുറിച്ച് കഴിയുമ്പോൾ നിറയെ പുഴുവായിരിക്കും, ഇല്ലെങ്കിൽ കിളിയൊക്കെ കൊത്തും. പിന്നെ ഇപ്പോൾ വവ്വാലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മുട്ട ആയിരിക്കുമ്പോഴേ നമ്മളെല്ലാം കവർ ചെയ്ത് വെക്കും. ഇപ്പം ഇത് പറിക്കാൻ വേണ്ടി മാറ്റിയതാണ്. ഇവിടെ ഒരെണ്ണം, ഒന്നല്ല 2 എണ്ണം ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ട് ചെറിയ അടിയിലൊരു ഇതുപോലെ ഒരു ഹോള് കൊടുത്താൽ മതി. അപ്പോൾ ചീത്തയാവില്ല. അത് അടുത്ത തോരണം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടി പറിച്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം എത്ര എണ്ണം പറിക്കണം പപ്പേ? 2 കത്രിക വേണ്ട. ഇതാണ് പേരയ്ക്ക. നല്ല വലിയ പേരയ്ക്കയാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി, വിശപ്പൊക്കെ മാറും. ഒന്ന് പറിച്ചാൽ മതിയോ? അപ്പോഴത്തേക്ക് ഒന്ന് മതി, കാരണം ഞങ്ങൾ 2 പേരെ ഉള്ളത് കൊണ്ട് മൊത്തം കഴിച്ച് തീർക്കില്ല. ഇനി അടുത്തത് പഴുത്ത് കഴിഞ്ഞിട്ട് പറിക്കാം. കുരു ഒന്നും അധികം കാണില്ല, നല്ല വിശപ്പ് മാറും. ആ രീതിയിലുള്ള പേരയ്ക്കയാണ്. മധുരമുണ്ട്, പുഴു പെട്ടെന്ന് പിടിക്കില്ല. ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴു പിടിക്കത്തില്ല. അതിന് വേണ്ട കവർ ഇടണം. നാളെ പിന്നെ പറിക്കാനാണ്. ഏടാ ഒരെണ്ണം കൂടി പറിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അത് പഴുത്തല്ലേ? അന്നപ്പോ ഒരെണ്ണം പറിച്ചു. ഇത്രേ ഹൈറ്റേ ഉള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ ശിഖരം ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കളയും. ഒത്തിരി വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പാടാണ്. ഇത്രേ ഉള്ളൂ ഹൈറ്റ്. നമുക്ക് അവിടെ കയറി നിന്ന് കൈ കൊണ്ട് ഈസി ആയിട്ട് പറിക്കാം. ആദ്യം നട്ട പേര ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വലിയ പേരയായിരുന്നു, നല്ല ഹൈറ്റിൽ വളർന്നൊരു പേരയായിരുന്നു. നല്ല മഴക്കാർ, മഴ പെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. കേട്ടോ, മഴ പെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്, നല്ല മഴക്കാർ. ഇതാണ് ആദ്യത്തെ പേര. പക്ഷെ ഇത് നമ്മൾ വെട്ടിയതാണ്. ആദ്യം വലിയ പേരയായിരുന്നു, നല്ല വലിയൊരു മരം പോലെ വളർന്ന പേരയായിരുന്നു. പിന്നെ ഈ ലൈൻ കമ്പി ഇതിൽക്കൂടെ പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടച്ച് വെട്ടാൻ വേണ്ടി ആൾ വരും. അപ്പോൾ നിറയെ പേരയ്ക്ക് കാഴ്ച നിൽക്കുന്ന സമയത്ത് വരെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വെട്ടിയിട്ട് രണ്ടാമത് വളർന്നു വന്നിന്, അത് നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലേക്ക്, റോഡ് സൈഡിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്നൊരു കയറ് കെട്ടി വലിച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടാമത് വളർന്നു വന്നിട്ട് നമ്മൾ ഒരെണ്ണം പറിച്ചു കേട്ടോ, ഒരു പേരയ്ക്ക പറിച്ചു. പിന്നെ വേറൊരു പേരയ്ക്ക ഞാൻ കാണിച്ചു തരാം. അത് സാധാരണ നാടൻ പേരയ്ക്ക, ചുമന്നിരിക്കും, ഉള്ളു നന്നായിട്ട് ചുമന്നതായിരിക്കും. അയ്യോ, മഴ പെയ്ത് ആകെ നനഞ്ഞിരിക്കുക.
ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 3 നമ്മൾ പറിച്ചു. നല്ല ചെറിയ പേരയ്ക്കായിട്ട് ഇത് ഇത്രേ വലുതാവുള്ളൂ. ഈ ബക്കറ്റിനകത്ത് നട്ടിരിക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും, നല്ല ചുമന്ന പേരയ്ക്കായിരിക്കും. ചെറുത് നാടൻ പേര തന്നെ, വലിപ്പം കുറവായിരിക്കും, പക്ഷെ റെഡ് കളറിലിരിക്കും. മഴ പെയ്ത് നല്ല വെയിലുണ്ട്. മഴയും വെയിലും കൂടി ഒരുമിച്ചാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മമ്മിയും ചേച്ചിമാരും പിള്ളേരെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേര തികയില്ല. ഇപ്പം ഞാനും പപ്പയും മാത്രം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പേരയ്ക്ക തന്നെ മതി, ധാരാളം. ഞാൻ ഈ പേരയ്ക്കയുടെ വെയിറ്റ് എത്ര കിലോ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. വെയിറ്റ് മെഷീനുണ്ട്, അപ്പോൾ അതിലൊന്ന് നോക്കാം അളന്ന്. ഇതിനകത്തൊന്ന് വെച്ച് നോക്കാം എത്ര കിലോ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് സൂചി 1-ലാണ്, 0-ലാണ്. എന്ന് നോക്കട്ടെ. 0 കഴിഞ്ഞ് കുറച്ചുകൂടി 1 കിലോ അടുത്ത്. ഇത് ചെറിയ പേരയ്ക്കയാണ്, ഞാൻ പറഞ്ഞില്ല. ഇത് ആദ്യം കിട്ടിയതെന്നൊക്കെ ഇതിലും വലുതായിരുന്നു. അതൊക്കെ 1 കിലോ 1.5 കിലോയൊക്കെ കാണും. ഇതിപ്പോൾ 1 കിലോ അടുത്ത്, എങ്കിലും കുഴപ്പമില്ല, വലിയ പേരയ്ക്ക. അപ്പോൾ ഞാൻ ഈ പേരയ്ക്ക മുറിച്ച് കാണിക്കാം. ഇതിൻ്റെ തൊണ്ട് ഉപയോഗിക്കില്ല കേട്ടോ. തൊണ്ട് നമ്മൾ ചെത്തിക്കളയും. ഈ പാടൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഓരോ പനികളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇത് കുഴപ്പമില്ല. ഇത് നമ്മൾ കെട്ടിയിട്ടുകൊണ്ട് വേറെ പക്ഷിയൊന്നും കൊത്തിയിട്ടില്ല, എങ്കിലും നമ്മൾ തൊണ്ട് ചെത്തി കഴിക്കുന്നതായിരിക്കും നല്ലത്. കത്തി ഇറങ്ങില്ല, ചെരിഞ്ഞു പോയി. ചെറിയ കത്തി ആയതുകൊണ്ട് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം നോക്കിയേക്കാം. അധികം കുരു കുറവായിരിക്കും. സാധാരണ പേരയ്ക്കേനെ അപേക്ഷിച്ച് ഇതിന് കുരു കുറവായിരിക്കും. മണമൊന്നുമില്ല കേട്ടോ, സ്മെല്ല്. പക്ഷെ നാടൻ പേരയ്ക്ക ഇങ്ങനെ ആദ്യം കാണിച്ച് ചുമന്നിരിക്കുന്ന പേരയ്ക്കയ്ക്ക് നല്ല സ്മെല്ലാണ്. നമ്മളത് മുറിച്ച് അടുക്കളയിൽ കൊണ്ടുവച്ചാൽ തന്നെ ഇവിടെ ഹോളിലിരിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് സ്മെല്ല് കുറവായിരിക്കും. പേരയ്ക്കയുടെ ഒരു സ്മെല്ല് കുറവാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, കുരു കുറവായിരിക്കും.